ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് കേക്കാണ് ഇതിൻ്റേത്. ഇതിൽ 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് കാരമൽ ചെയ്തതും സെക്കൻഡായിട്ട് പൈനാപ്പിൾ കൊണ്ടൊരു സ്പഞ്ച് കേക്കുമാണ്. നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള കാരമൽ സോസ് തയ്യാറാക്കാം. അതിനായിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാനിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് സ്പൂൺ വെച്ച് ഇളക്കാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കാരമൽ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരമൽ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ഞാൻ ഈ ഒരു പാനിൽ തന്നെയാണ് പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്ക് തയ്യാറാക്കുന്നത്. ഇനി ഇത് ചൂടാറാനായിട്ട് വെക്കാം. ചെറുതായിട്ട് ചൂട് പോയിട്ടുണ്ട്. നല്ലോണം തണിയാൻ വേണ്ടി മാറ്റി വെച്ചാൽ കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലോട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക. സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറി കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. ഞാൻ ഇതുപോലെ എല്ലാ ഗ്യാപ്പിലും ചെറി വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് സ്പഞ്ച് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലോട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കുക. കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാനാണ് 2-3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത്. അരിച്ചു കഴിഞ്ഞാൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. അതിനായി ക്ലീനായ ബൗളിലോട്ട് 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. മുട്ട ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ വാനില എസൻസ് 1/4 ടീസ്പൂൺ ഒഴിച്ചിട്ട് ലോ ടു മീഡിയം സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുക. കുറച്ച് പതഞ്ഞ് വന്നാൽ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായി ആഡ് ചെയ്ത് കൊടുത്ത് ബീറ്റ് ചെയ്യുക. ഓൾറെഡി കാരമലൊക്കെ ചെയ്തതുകൊണ്ടാണ് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായി ഫ്ലഫിയായി കിട്ടുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് സമയം ബീറ്റ് ചെയ്തെടുക്കുക. കൂടുതലായിട്ട് ബീറ്റ് ചെയ്യരുത്, കേക്ക് ഹാർഡായി പോകും. ഷുഗറൊന്നും ആഡ് ചെയ്യാതെ 1/2 കപ്പ് പൈനാപ്പിൾ ജ്യൂസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ആക്കുന്ന ടൈമിൽ ഇതുകൂടി കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. 3 പ്രാവശ്യമായിട്ട് മൈദ ഇട്ട് കൊടുത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കുക. ഒരുമിച്ച് ഇട്ടാൽ ബാറ്റർ താണു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ബാറ്റർ താണു പോയിട്ടൊന്നുമില്ല. ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കുന്ന പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പാനിലല്ല തയ്യാറാക്കുന്നതിൽ സാധാ കേക്ക് ടിന്നിലും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.